Hi friends, once again welcome back to Tutor. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ മിജി 7 ബ്ലോക്ക് 3 ആണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 3യിൽ ടോട്ടൽ 19 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പക്ഷെ നമ്മളിതെല്ലാം പഠിക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ കംപ്ലീറ്റ് ബ്ലോക്ക് 3യിൽ നമുക്ക് ആകെപ്പാടെ പഠിക്കാനുള്ളത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് രാജാറാവിനെ കുറിച്ചിട്ടും സെക്കൻഡ്ലി കാന്താപുര ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടും. ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നോട്ട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഉള്ളൂ അത്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് നോട്ട്സ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രാജാറാവ്. The introduction of the novel by the British in the late 19th century had set the stage for a gradual shift from the traditional epics and folk narratives that had dominated Indian storytelling for centuries. Raja Rao, Malkraj Anand, and R.K. Narayan are the three pioneers of the Indian novel in English. Rao was born into a Mysore Brahmin family and educated in both India and France, brings a metaphysical bent to his fiction. Rao's first novel, Kantapura, 1938, which dramatizes the national struggle as a mythic, symbolic event. His other works were The Serpent and the Rope and The Cat and Shakespeare. The influence of French poets and philosophers, as well as his deep reading of the Ramayana, the Mahabharata, and the Gita, gave his prose a distinctive lyrical quality that set him apart from his peers. 19ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി നോവൽ എന്നുള്ള ഒരു സങ്കല്പം കൊണ്ടുവന്നത് പോലും. അതിനു മുൻപ് വരയ്ക്ക് കുറേ അധികം കഥകൾ, എപ്പിക്സ് എല്ലാം തന്നെ, പുരാണ കഥകളെല്ലാം നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ മുതലേ ഉള്ള കാലം മുതലേ വാക്കാലെ ഇങ്ങനെ വാമൊഴിയായി കൈമാറിക്കൊണ്ട് വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ 19ാം നൂറ്റാണ്ടിന് ശേഷമാണ് അതിനൊരു മാറ്റം സംഭവിച്ചത്. പ്രധാനപ്പെട്ട ഇന്ത്യൻ നോവലിസ്റ്റ് എന്ന് നമ്മൾ കണക്കാക്കുന്ന പൈനിയേഴ്സ് ആയിട്ടുള്ള 3 പേരാണ്. ട്രിനിറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, രാജാറാവ്, മൽക്രാജ് ആനന്ദ്, അതുപോലെ തന്നെ ആർക്ക് നാരായൺ. നമുക്ക് ഇന്ന് ഇവിടെ പഠിക്കാനുള്ളത് രാജാറാവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിത്വത്തെ നമ്മൾ എടുത്തു പറയുകയാണ്. അദ്ദേഹം ജനിച്ചത് മൈസൂരിലൊരു ബ്രാഹ്മിൺ ഫാമിലിയിലാണ്. അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ ഫ്രാൻസിലും അദ്ദേഹം എഡ്യൂക്കേഷൻ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം തന്നെ ഒരു മെറ്റാഫിസിക്കൽ ബെൻഡൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ റാവോയുടെ ഫസ്റ്റ് നോവൽ എന്നറിയപ്പെടുന്നത് കാന്താപുരയാണ്. 1938 ഈ ഒരു നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത്. നമുക്കിന്ന് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്കും ഈ കാന്താപുര നോവലിനെ കുറിച്ചിട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി വർക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മറ്റ് 2 പ്രധാന വർക്കുകളാണ് ദ സെർപ്പൻറ്റ് ആൻഡ് ദ റോപ്പ്, അതുപോലെ തന്നെ ദ കാറ്റ് ആൻഡ് ഷേക്സ്പിയർ. രാജാറാവിൻ്റെ വർക്ക് മറ്റുള്ള വ്യക്തികളിൽ നിന്നും മറ്റുള്ള റൈറ്റേഴ്സിൽ നിന്നും ഒരു വ്യത്യസ്തത കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഫ്രം ഫ്രഞ്ച് പോയറ്റ്സും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫിലോസഫേഴ്സും അവരുടെ ഒരു മാതൃകയായിരുന്നു ഇദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതേസമയം ഇന്ത്യയിലെ രാമായണ, മഹാഭാരത, അതുപോലെ ഗീത, ഇങ്ങനെയുള്ള എപ്പിക്കായിട്ടുള്ള കുറേ അധികം വർക്ക്സുകൾ ഇദ്ദേഹം എടുത്തിരുന്നു. എന്നുവെച്ചാൽ അതിൽ നിന്നും അദ്ദേഹം ഇൻസ്പിറേഷൻ നേടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ അത് കാണാനായിട്ട് സാധിക്കുമെന്ന് തന്നെ നമുക്ക് എസ്പെഷ്യലി കാന്താപുര വർക്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Rao's exposure to Western thought began at the Muslim public school in Hyderabad, where British teachers introduced him to the Bible, Plato, and Shakespeare. Gandhi's autobiography, with its emphasis on truth, non-violence, and the uplift of the downtrodden, left an indelible imprint on Rao's moral outlook and informed
ദ എത്തിക്കൽ കോർ ഓഫ് കാന്താപുര. റാവോ പഠിച്ചത് ഒരു മുസ്ലിം പബ്ലിക് സ്കൂളിലാണ് ഹൈദരാബാദിൽ. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് കുറേയധികം വെസ്റ്റേൺ തോട്ട്സുകൾ അദ്ദേഹത്തിന് വരുന്നത്. അത് എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് ടീച്ചേഴ്സ്, അദ്ദേഹത്തിന് പഠിപ്പിച്ചിരുന്ന ബ്രിട്ടീഷ് ടീച്ചേഴ്സ് ആയിരുന്നു. അവർ ഇദ്ദേഹത്തിന് ബൈബിൾ, അതുപോലെ തന്നെ പ്ലാറ്റോ, ഷേക്സ്പിയർ ഇവരെയൊക്കെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അവൻ്റെ വർക്കുകൾ ഇദ്ദേഹം കണ്ടാണ് വളരുന്നത്. അതുപോലെ ഇദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്ത മറ്റൊരു വിശിഷ്ട വ്യക്തിയാണ് ഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ട്രൂത്ത്, നോൺ വയലൻസ്, ഇങ്ങനെയുള്ള പോലെ പാവങ്ങളോടുള്ള ഒരു അനുകമ്പ, ഇതെല്ലാം തന്നെ രാജാറാവിനെ ഒത്തിരി അധികം ഇൻസ്പയർ ചെയ്തിരുന്നു. ഇനി ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കാന്താപുര. The novel describes a protest march from the village to the Skeffington Coffee Estate, where the villagers picket a toddy shop to symbolically reject British-imposed intoxication, mirroring the larger boycott of foreign goods. Although Gandhi never appears as a character, his presence is felt in every village gathering, every whispered slogan, and every act of collective defiance, making him the invisible catalyst of the story's transformation. Rao constructs the protagonist Murthy as a credit conduct for Gandhian philosophy. Murthy adopts the Mahatma's core tenets: non-violence, truth force, the spinning of khadi, and the boycott of foreign cloth. കാന്താപുര എന്ന ഈ നോവലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രൊട്ടസ്റ്റ് മാർച്ച്. ഒരു വില്ലേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്, സ്കെഫിങ്ടൺ കോഫി എസ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ ഒരു മാർച്ച് നടക്കുകയാണ്, ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച് ബൈ ഇന്ത്യൻസ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറിൻ ഗുഡ്സൊക്കെ, നിങ്ങൾക്ക് ആ ഒരു ഹിസ്റ്ററി അറിയായിരിക്കാം. ഫോറിൻ ഗുഡ്സൊക്കെ എതിർത്തുകൊണ്ട്, ഫോറിൻ ഗുഡ്സിന് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് അതൊന്നും നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു മാർച്ച് നടത്തുന്നുണ്ട്. പല മാർച്ചുകളായിട്ട് അന്ന് നടന്നിരുന്നു. അതിലൊരു മാർച്ചിനെ കുറിച്ചിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിക്കറ്റ് ടോഡി ഷോപ്പ്, അതെന്ന് വെച്ചാൽ ഒരു ടോഡി ഷോപ്പൊക്കെ അവർ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അത് അവർ സിമ്പിളൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു സാധനവും നമ്മളൊന്ന് ഇനി ഉപയോഗിക്കില്ല, ഇന്ത്യൻസ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇതിനെതിരെയായിട്ട് ബ്രിട്ടീഷുകാർ വളരെ ക്രൂരമായിട്ടായിരുന്നു ഇന്ത്യൻസിനോട് പെരുമാറിയിരുന്നത്. ഇവിടെ ഗാന്ധിജീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മൂർത്തി എന്ന് പറയുന്ന വ്യക്തി. അത് റാവോ വളരെ മനോഹരമായിട്ട് മൂർത്തിയുടെ ഒരു ക്യാരക്ടറിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലാവട്ടെ, നോൺ വയലൻസ്, ട്രൂത്ത്, അതൊക്കെ ഹോൾഡ് ചെയ്യുന്ന, വാല്യൂസൊക്കെ ഹോൾഡ് ചെയ്യുന്ന, ഗാന്ധിജിയുടെ വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഇവിടെ മൂർത്തിയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൂർത്തിയാണ് ഈ ഒരു മാർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ഫോറിനേഴ്സിൻ്റെ, ഫോറിൻ ഗൂഡ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പറയുന്ന ഒരു മാർച്ച് തന്നെയാണ്. The narrator respectively equates the Indian freedom movement with the mythic battles of the Ramayana, casting Gandhi as an avatar of Rama, sent to rescue Sita, India from the British Ravana. The mythic overlay is reinforced by the Harikatha performance of Jairam Char, who blends Hindu mythology with contemporary politics, comparing Gandhi to Shiva and Krishna. By aligning the Mahatma with the divine figures, Rao elevates the political fight to a spiritual quest, suggesting that the struggle for Swaraj is not merely a political program but a continuation of Dharma itself. The village stands of Mahatma Gandhi Ki Jai and Vande Mataram therefore function as both patriotic slogans and devotional hymns, blurring the line between nationalism and religious devotion. ഇവിടെ രാജാറാവ് വളരെ മനോഹരമായിട്ട് രാമായണ എന്നുള്ള ആ ഒരു രാമായണത്തിനെ ഗാന്ധിജിയുടെ ആ ഒരു മാർച്ചുമായിട്ട് കൂട്ടി കണക്റ്റഡ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ ഒരു കണക്ഷൻ അവിടെ വരുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ
നോക്കിക്കേ, ഗാന്ധിജി ആസ് എൻ അവതാർ ഓഫ് രാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജിയെ രാമയായിട്ടാണ് കണക്കാക്കുന്നത്. സെൻറ്റ് ടു റെസ്ക്യൂ സീത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമ സീതയെ റെസ്ക്യൂ ചെയ്യാൻ പോകുന്നത് പോലെ ഗാന്ധിജി ഇന്ത്യയെ റെസ്ക്യൂ ചെയ്യാൻ പോവുകയാണ്. എവിടെ നിന്നും? ബ്രിട്ടീഷേഴ്സിൽ നിന്നും. രാമൻ സീതയെ എവിടെ നിന്നാണ് റെസ്ക്യൂ ചെയ്തത്? രാവണനിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഗാന്ധിജി ഇന്ത്യൻസിനെ ബ്രിട്ടീഷേഴ്സിൽ നിന്നും റെസ്ക്യൂ ചെയ്യുന്നത് പോലെ രാമൻ സീതയെ രാവണനിൽ നിന്നും റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കൂ കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ഒരു ഹിന്ദു പെർഫോമൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജി ആയിട്ടുള്ള ഒരു ഹരികഥ പെർഫോമൻസ് ഓഫ് ജയറാം ഷാർ, അതും അതിനെ കമ്പയർ ചെയ്ത് ഗാന്ധിജി ടു ശിവ ആൻഡ് കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 വ്യക്തിത്വങ്ങളായിട്ട് ഇവിടെ കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ എന്തിനാണ് മഹാത്മാഗാന്ധിയെ ഇത്രയും ഡിവൈൻ ഫിഗേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊളിറ്റിക്സ് വെറുതെ പൊളിറ്റിക്സ് മാത്രമായിട്ട് നിൽക്കുകയല്ല, ഈ പൊളിറ്റിക്കൽ ഫൈറ്റിനെ ഒരു സ്പിരിച്വൽ ഗസ്റ്റിലോട്ട്, ഒരു സ്പിരിച്വാലിറ്റിയിലോട്ട് രാജാറാവ് എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം സ്വരാജ് എന്ന് പറയുന്നത് വെറുതെ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം അല്ല, മറിച്ച് എന്താണ്, അതൊരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ധർമ്മ ഇറ്റ്സെൽഫാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സമയം വില്ലേജേഴ്സ് അവർ നടത്തുന്ന ഒരു സ്ലോഗൻ അല്ലെങ്കിൽ അവർ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 ചാൻസുകളാണ്. ഒന്ന് മഹാത്മാഗാന്ധിക്ക് ജയ്, 2 വന്ദേ മാതരം. The historical and political climate of the 1930s provides a concrete backdrop to the mythic framework. References to the Salt Satyagraha, the Dandi March, the Round Table Conference, and the civil disobedience movement populate the novel with events that were unfolding across the subcontinent. The resulting Indian English is marked by untranslated local words, example Kenchama, Toddy, literal translations of Kannada expressions, crush it in its seeds for nip it in the bud, and a rhythmic, respective style that evokes over storytelling. The British administration's response to these acts of defiance is embodied in the character of Bade Khan, a police officer who enforced colonial law with brutal lathis and arbitrary arrest. His suspension of village gathering, the beating of protesters, and the imprisonment of leaders such as Moti reflects the real representation that accompanied the civil disobedience movement. The narrative mentions the "Don't Touch the Government" campaign and a subsequent no tax agitation, both of which were actual strategies employed by Gandhi's followers. Although the villagers' attempts at passive resistance often end in violence and arrest, the novel portrays the struggle as a heroic myth, a modern retelling of the ancient battle between dharma and adharma. Finally, Gandhi's emphasis on simple living and self-reliance permeates the novel's imagery and language. 1930 ശേഷമാണ് ഹിസ്റ്റോറിക്കലി വലിയൊരു ചേഞ്ച് ഇവിടെ വരാൻ പോകുന്നത്. എസ്പെഷ്യലി സോൾട്ട് സത്യാഗ്രഹ, ദണ്ഡി മാർച്ച്, റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ഓഫ് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്, ഇതെല്ലാം തന്നെ നമുക്ക് നോവലുകളിൽ കൂടെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ ഇംഗ്ലീഷിൽ എന്താ പറയുക, ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈ കാന്താപുര എന്ന വർക്കിനെ ആസ്പദമാക്കിയിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം കന്നഡയിലെ വേർഷൻസ്, കുറച്ച് എക്സ്പ്രഷൻസ്, വേർഡ്സൊക്കെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ട് ആ വേർഡ്സുകൾ അങ്ങനെ തന്നെയാണ് ഈ ഒരു ഇംഗ്ലീഷ് നോവലിൽ, ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രഷ് ഇറ്റ് ഇൻ ഇറ്റ്സ് സീഡ്സ്, നിപ്പ് ഇറ്റ് ഇൻ ദ ബഡ്, കെഞ്ചമ്മ, ടോഡി, ഇങ്ങനെ കുറേയധികം വാക്കുകൾ ഇതിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്.
ഇനി നേരത്തെ പറഞ്ഞ ഒരു മാർച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞവിടെ അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷം നടന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അവിടെ ബ്രിട്ടീഷേഴ്സ് എങ്ങനെയാണ് ഇന്ത്യൻസിനോട് പെരുമാറിയത്. അവർ ലാത്തി ഉപയോഗിച്ച് വളരെ മോശമായി അവരെ അറസ്റ്റ് ചെയ്യുകയും, അതുപോലെ മൂർത്തിയാണ് ഇവിടെ മെയിനായിട്ടുള്ള ഒരു ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് വളരെ ക്രൂരമായിട്ട് അവിടുത്തെ വില്ലേജേഴ്സിനെ ഇവർ ലാത്തി കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു സഫറിങ് എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ധർമ്മയും അതുപോലെ തന്നെ അധർമ്മയും തമ്മിലുള്ള ഒരു ബാറ്റിലായിട്ടാണ് നമുക്കിവിടെ കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഫൈനലി നമുക്ക് പറയാനുള്ളത് ഗാന്ധിജി അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറേ വാല്യൂസൊക്കെ എടുത്തുകൊണ്ടാണ് ഈ നോവൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഈ ഒരു ബ്ലോക്ക് 3 പഠിക്കാനുള്ളത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് റെഫർ ചെയ്യാം. അതിൽ വിമൻ്റെ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്ത് പഠിക്കാം. ഇനിയും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് നോട്ട്സും അതിലുണ്ട് കേട്ടോ. So thank you for watching the video. We'll meet you with the next video. By then, take care and goodbye.